ഈ ഒരു സെലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിലെത്താൻ മറ്റൊരു വഴിയും നിങ്ങൾ ആലോചിക്കേണ്ട. ഡയറക്റ്റ് ഇന്ത്യൻ ടീമിലേക്കാണ്. സോ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ISL എന്നുള്ള സ്വപ്നം വിദൂരമല്ല. അതും കൂടി നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ട്രയലിനെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഡേറ്റും വെന്യൂവും ടൈമും കാറ്റഗറിയും ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. സുഹൃത്തുക്കളെ, മൈഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 2025 ഏപ്രിൽ 23, 24, 25 തീയതികളിൽ കേരളത്തിലെ ഒരു കുട്ടി പോലും അവനാൻ്റെ വീട്ടിലോ നാട്ടിലോ ഉണ്ടാവരുത്. എല്ലാവരും നമ്മളെ കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് പോയിക്കൊള്ളണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അവസരമായിട്ടുള്ള നല്ലൊരു ട്രയൽ നമ്മളെ കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഈ പറയപ്പെട്ട ഡേറ്റുകളിൽ നടക്കാൻ പോവാണ്. 2010, 2011, 12 വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ അഥവാ AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഫിഫയുമായിട്ട് സഹകരിക്കുന്ന അക്കാഡമിയിലേക്കുള്ള ട്രയൽ നടക്കാൻ പോവാണ്. സാക്ഷാൽ ആഴ്സണലിൻ്റെ വിഖ്യാത കോച്ചായിട്ടുള്ള ആസ്റ്റൺ വെംഗറുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ നടക്കുന്ന ഈ ഒരു അക്കാഡമീൻ്റെ ട്രയൽ കേരളത്തിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈ ഒരു അക്കാഡമി, ഈ ഒരു എലൈറ്റ് ഫുട്ബോൾ അക്കാഡമി നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യൻ ടീമിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരിക. ചെറുപ്പം മുതലേ ക്യാച്ച് ദം യങ് എന്നുള്ള ഒരു പോളിസി, ചെറുപ്പം മുതൽ നല്ല പ്ലേയേഴ്സിനെ തിരഞ്ഞെടുത്ത് ഓൾ ഇന്ത്യ ലെവലിൽ നല്ല ഫുട്ബോൾ പ്ലേയേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർക്ക് ശാസ്ത്രീയമായ ഒരു ട്രെയിനിങ് നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കീഴിൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾ എത്തിക്കിട്ടിയാൽ, ഇതിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പം നിലവിലെ ഒരു കുട്ടിയോ മറ്റോ ആ ഒരു അക്കാഡമിയിൽ ഉള്ളും തോന്നുന്നു. സോ ഈ ഒരു അക്കാഡമി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്ന് വെറുതെ തിരിഞ്ഞു നോക്കുക വരെ വേണ്ട. കാരണം ഇന്ത്യൻ ടീമിൻ്റെ ഡയറക്റ്റ് ക്യാമ്പ് എന്ന് തന്നെ ഈ ഒരു ക്യാമ്പിനെ, ഈ ഒരു അക്കാഡമി നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇന്ത്യ കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ISL കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഞാൻ ഭാവിയിൽ അത് നേടിയെടുക്കും, അതിനുള്ള ധൈര്യം എനിക്കുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അതിനുള്ള ചങ്കുറപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലും അതുപോലെ തന്നെ കാലുമ കളിയുണ്ടെങ്കിൽ, ഈ ഒരു അവസരം നിങ്ങൾ 100% നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ്. കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഡയറക്റ്റ് ക്യാമ്പ് എന്ന് തന്നെ ഇതിന് നമുക്ക് പറയാവുന്നതാണ്. സോ ബാക്കിയൊന്നും ആലോചിക്കേണ്ട. ഒരു സെലക്ഷന് പോകുമ്പം ഈ സെലക്ഷന് കിട്ടിയാൽ ഇതിൽ കയറി അതിൽ കയറി മറ്റേതിൽ കയറി അങ്ങോട്ട് എത്തുമെന്നുള്ള ആലോചനയൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ഒരു സെലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിലെത്താൻ മറ്റൊരു വഴിയും നിങ്ങൾ ആലോചിക്കേണ്ട. ഡയറക്റ്റ് ഇന്ത്യൻ ടീമിലേക്കാണ്. സോ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ISL എന്നുള്ള സ്വപ്നം വിദൂരമല്ല. അതും കൂടി നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ട്രയലിനെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഡേറ്റും വെന്യൂവും ടൈമും കാറ്റഗറിയും ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. 2025 ഏപ്രിൽ 23 2010 വർഷത്തിൽ ജനിച്ച കുട്ടിക്കായിരിക്കും ട്രയൽ നടക്കുന്നത്. ഓക്കെ, രാവിലെ 7 മണിക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ 2011 വർഷത്തിൽ ജനിച്ച കുട്ടികൾക്ക് ഏപ്രിൽ 24 ട്രയൽ. അതുപോലെ 2012 വർഷത്തിൽ ജനിച്ച കുട്ടിക്ക് ഏപ്രിൽ 25 ട്രയൽ. സോ ഈ 3 ദിവസങ്ങളിൽ വ്യത്യസ്തമായ 3 കാറ്റഗറിക്ക് ട്രയൽ നടക്കുകയാണ്. രാവിലെ 7 മണിക്ക് അവിടെ ഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, പല അക്കാഡമികളും സ്പോർട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ട് ട്രയൽ നടത്താറുണ്ട്. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് അക്കാഡമിയാണ്. ഇന്ത്യയിലെ ബെസ്റ്റ് അക്കാഡമിയായി മാറാൻ പോകുന്ന, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പോകുന്ന ഒരു അക്കാഡമിയായി മാറാൻ പോകുന്ന ഈ ഒരു അക്കാഡമീൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ട് വേണം ഈ ട്രയലിന് വേണ്ടി നിങ്ങൾ പോകാൻ. സോ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൂടി ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് നോക്കി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രം ട്രയലിന് പോവാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അറിയിക്കുകയാണ്. ഈ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവസരങ്ങൾ എന്നുള്ള ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. ആ ബ്രോഡ്കാസ്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അതിലും നമ്മൾ ഈ ലിങ്ക് ഇടുന്നതായിരിക്കും. അതുപോലെ നമ്മളെ വാട്സപ്പ് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കൂടിക്കോളൂ. ഇതുപോലെയുള്ള ട്രയൽ നിങ്ങൾ അറിയിച്ചു കൊണ്ടേയിരിക്കും. സോ എവ്രിവൺ ഫോളോ us ഇൻ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ. എല്ലാത്തിലും നിങ്ങൾക്ക് നമ്മളെ കൂടാം. നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളുമായിട്ടാണ് നമ്മൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. സോ നല്ലൊരു ട്രയലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ അറിയിച്ചത്. പിന്നെ എന്ത് ട്രയൽ നിങ്ങൾക്ക് അറിയിച്ചാലും, അതുപോലെ തന്നെ നല്ലതാവട്ടെ ചീത്തയാവട്ടെ, എന്ത് പറഞ്ഞാലും എല്ലാത്തിനും നെഗറ്റീവ് പറയുന്ന ഒരു വിഭാഗം എന്തായാലും ഉണ്ടാവും. അങ്ങനത്തെ ആളുകളെ നിങ്ങൾ പരിഗണിക്കാതിരിക്കുക. പകരം നിങ്ങൾ കണ്ട്, നിങ്ങൾ അന്വേഷിച്ച്, നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഏറ്റവും ഉചിതമാണ് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം ആ ട്രയലുകൾ, അതുപോലുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. ഇതെന്തായാലും നിങ്ങൾക്ക് അന്വേഷിക്കാതെ തന്നെ എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു സാധനമാണ്.
സോ ഇന്ത്യൻ ടീമിൻ്റെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ AF ഫിഫ അക്കാഡമിയുടെ ട്രെയിൽ നിങ്ങളെ അറിയിച്ചതിൽ വളരെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് വേണ്ടി നല്ല വീഡിയോസ് ഞാൻ വരുമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.